ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ കിർഗിസ്ഥാനിലാണുള്ളത്. കിർഗിസ്ഥാനിൽ ഞാൻ ഓഷന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. നടന്ന് ക്ഷീണിച്ച് ആകെ 1 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. പക്ഷേ ബാക്ക് പാക്കിൽ നല്ല വെയിറ്റ്, അതിനപ്പുറം ചൂട്. ഇപ്പോഴും 34 ഡിഗ്രിയാ. ഞാൻ ഇത്രയും ഡിഗ്രിയിലൊന്നും പോലേ ഇല്ല. എപ്പോഴും തണുപ്പുള്ള സ്ഥലത്താണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി കാണാൻ എനിക്ക് താഴെ പോയിട്ട് ലിഫ്റ്റ് അടിക്കാൻ. അവിടെ ഇപ്പോൾ താഴെ ലിഫ്റ്റ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇതുവഴി നടക്കുവാണ്. ഇനി എത്ര കിലോമീറ്റർ നടക്കണമെന്ന് എനിക്കറിയില്ല. കുറച്ചൊരു നടന്നിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ലിഫ്റ്റ് കിട്ടാൻ എളുപ്പമാണ്. സോഫാർ എളുപ്പമായിരുന്നു. എന്തായാലും നോക്കി നോക്കാം ഇനി അടുത്ത് എന്താവും അറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് പോകുന്നത്. പക്ഷെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാൻ ഇനി ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പം ഞാൻ വേറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. കുറേ ട്രക്കിംഗ് ഉണ്ട്. പക്ഷെ ട്രക്കിങ്ങിന് കയറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അത്രയും വിസ എനിക്കില്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് വരും. എന്നിട്ട് ഉസ്ബെക്കിസ്ഥാൻ കയറിയിട്ട് വേണം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കൺട്രി ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പോകാൻ. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ്. ഒരു ഐഡിയ ഇല്ല എപ്പോൾ എത്തും, വിസ എന്താവും എന്നൊക്കെ. ഞാനിപ്പോൾ ഒരു ട്രാവലറെ മീറ്റ് ചെയ്തു ഇന്ത്യയിൽ നിന്ന്. ഒരു മുംബൈക്കാരനാണ്, ഹിന്ദിക്കാരൻ. പുള്ളിക്കാരൻ ഓൾറെഡി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു 2.5 വർഷമായിട്ട് ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ ആൾ അഫ്ഗാനിസ്ഥാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആൾ വരുമ്പോൾ ഞാൻ ആളിനെ കൂട്ടിയിട്ട് ലൈക്ക് ഒരു ഫീമെയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മെയിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എനിക്കിത് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞാൽ. എന്നാലും കുഴപ്പമില്ല. കാരണം എന്തേ സിറ്റിയിലാണ്. ഇപ്പോൾ സിറ്റിക്ക് പുറത്ത് കിടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ ലിഫ്റ്റ് കിട്ടാൻ പാടിയാ. കുഴപ്പമില്ല. അയ്യോ, ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ള ചൂട്. ഇറ്റ്സ് ഹോട്ട്. താങ്ക് യു. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ചന്തിയെല്ലാം പൊള്ളുന്നു കേട്ടാ. ഒടുക്കത്തെ വെയില്, ഒടുക്കത്തെ ചൂട്. പുച്ചയായിട്ടുണ്ട്. സമയം ഒരു 12 ആയിട്ടുണ്ട്. സീറ്റൊക്കെ പൊള്ളുന്നു. ആളാണെങ്കിൽ AC ഒന്നും ഇട്ടിട്ടില്ല. ചൂട് എക്സ്ട്രീം. ഞാനത് അടുത്ത വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ആൾ എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. മറ്റേ ആൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. സിറ്റിക്ക് ഔട്ടറിൽ പോലും എത്തിയിട്ടുണ്ടായില്ല. പിന്നെ അതേ സിറ്റിക്ക് ഔട്ടറിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മാപ്പ് നോക്കിയിട്ട് ട്രാൻസ്ലേറ്റിൽ സംസാരിക്കണം. കാരണം ഇംഗ്ലീഷ് അറിയില്ല. ഒന്നുമില്ലേ റഷ്യൻ അല്ലെങ്കിൽ കിർഗിസ്ഥാനിൻ്റെ ഭാഷ. ഇത് രണ്ടും ഇവർക്ക് അറിയുള്ളൂ. ഇവിടെ എല്ലാവരുടെയും റഷ്യൻ അറിയാണെങ്കിൽ ഈസിയാണ്. പക്ഷെ എനിക്ക് റഷ്യൻ ഒന്നും അറിയില്ല. ഓൺലി ഇംഗ്ലീഷ്. പോകുന്ന വഴി നോക്ക്, ഫുള്ള് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഇങ്ങനത്തെ മൗണ്ടെയിൻസ് ആണ്. ഇങ്ങനെ കളർ കണ്ടോ? ഇങ്ങനത്തെ ടൈപ്പ് മൗണ്ടെയിൻസ് ആണ് കാണുന്നത്. റോഡൊക്കെ കുറച്ച് മോശമാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ തജിക്കിസ്ഥാനിലെത്തും. അപ്പോൾ ആള് പോകുന്നത് തജിക്കിസ്ഥാൻ ബോർഡറിൻ്റെ സൈഡിലേക്കാണ്. ഏകദേശം 280 കിലോമീറ്റർ ആള് പോകുന്നുണ്ട്. 5 മണിക്കൂറാണ് ബൈ റോഡ് വരുന്നത് അവിടെ എത്താനായിട്ടുള്ള ടൈം. ഞാനാണെങ്കിൽ തജിക്കിസ്ഥാൻ വിസ 31-ാം തീയതി അപ്ലൈ ചെയ്താണ്. ലാസ്റ്റ് മന്ത് 31-ാം തീയതി. ഇന്ന് ഓഗസ്റ്റ് 15. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇന്ന്. ഇത്രയും ദിവസമായിട്ട് എനിക്ക് വിസ കിട്ടിയിട്ടില്ല. 16 ദിവസമായി അപ്ലൈ ചെയ്തിട്ട് വിസ കിട്ടാത്തതുകൊണ്ട് തജിക്കിസ്ഥാനിലേക്ക് പോകാൻ പറ്റില്ല. എൻ്റെ പ്ലാൻ അനുസരിച്ച് ഇവിടുന്ന് തജിക്കിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യാനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടുന്ന് ഇപ്പോൾ എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ തന്നെ എങ്ങോട്ടേലും എക്സ്പ്ലോർ ആക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഈ ഓഷിൽ വന്നിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഞാൻ എൻട്രി ചെയ്യും. എന്നിട്ട് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞിട്ട് ഒന്നുമില്ല ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് തിരിച്ചു വരും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തജിക്കിസ്ഥാൻ വിസ കിട്ടിയാൽ തജിക്കിസ്ഥാനിലേക്ക് പോകും. ഇറാനിലേക്ക് എനിക്ക് പോകണമെന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ വിസ ആണെങ്കിലും ബൈ റോഡ് കിട്ടൂലെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ വിസയാണോ എന്ത് വിസയാണെന്നറിയില്ല. ഞാൻ നോക്കിയിട്ടില്ല, അതൊന്നും അറിയില്ല. ഇപ്പോൾ പ്ലാൻ അനുസരിച്ച് അഫ്ഗാൻ മാത്രമാണ് മൈൻഡിലുള്ളത്. നോക്കി നോക്കാം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂല്ലേന്ന്. കുറേ പേര് പറയുന്നു ട്രാവൽ ചെയ്യാൻ പറ്റുന്നു, കുറേ പേര് പറയുന്നു ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന്. എന്തായാലും അവിടെ പോയി തന്നെ കാണാം. ഈ കാറിലാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ആളെനിക്ക് നിർത്തി തന്നാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴി നോക്കി, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ ശരിക്കും മാജിക്കൽ ആൻഡ് അമേസിങ് ആ. റോഡ് കണ്ടാ? ഇതേ വരുന്ന വഴിയും റോഡും പോകുന്ന റോഡൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പോകുന്ന വഴി മൊത്തം മൗണ്ടെയിൻസ് ആണ് നമുക്ക് കാണാൻ പറ്റതേ. ഇവിടെയൊക്കെ മഴക്കാറുണ്ട്. വെയിലിപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. എന്തേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല കാറ്റ്, നല്ല സമാധാനം. ഞാൻ ആളെടുത്ത് ട്രാൻസ്ലേറ്റിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആള് ജസ്റ്റ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. രാത്രി തന്നെ ചിലപ്പോൾ തിരിച്ചു വരും, അല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. ഞാൻ എങ്ങോട്ടാന്ന് എനിക്ക് തന്നെ അറിയില്ല. വെറുതെ ഞാൻ കറങ്ങുവാണ്. എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉസ്ബെക്ക് കയറണം. കാരണം എനിക്ക് വിസ തീരും. വിസ മറ്റന്നാൾ എന്തായാലും തീരും.
അപ്പോൾ മറ്റൊന്ന് വൈകുന്നേരം എന്തൊക്കെ വന്നാലും എനിക്ക് കയറണം. വാവ്, എന്ത് രസാ. വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ലേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം പച്ചപ്പ് നിറഞ്ഞ നല്ല ഗ്രീനറിയാണ്. മല മൊത്തം ഇങ്ങനെ ഗ്രീനറിയിൽ ഇങ്ങനെ പെയിൻ്റ് അടിക്കൂലേ, നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പെയിൻ്റ് അടിച്ച പോലെ കാണുന്നത്. അവിടെ ചെമ്പരിയാടാണോ, ചെമ്പരിയാടാന്ന് തോന്നുന്നു. ചെമ്പരിയാട് ഇങ്ങനെ പോകുന്നൊക്കെ കാണാൻ അടിപൊളിയാണ്. കണ്ടോ, സമാധാനം, വെരി പീസ്ഫുൾ. ഇവിടെയൊക്കെ ക്ലൗഡ്സായിട്ട് വെയിലടിക്കാത്തതുകൊണ്ട് ഗ്രീനറി അറിയാൻ പറ്റുന്നില്ല. കണ്ടോ, ഇവിടെയും അവിടെയോ സെയിം ഗ്രീനറി, പക്ഷെ അവിടെ നല്ല അറിയാൻ പറ്റുന്നുണ്ട്. കാരണം നല്ല വെയിലടിച്ചിട്ട്. ഓ എന്ത് രസമാണെന്നറിയോ, സോ ബ്യൂട്ടിഫുൾ. നല്ല മഴ വരാൻ പോകുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. ഇവിടെ വെതർ നോക്കിയപ്പോൾ കാറ്റിൻ്റെ എന്തോ വാണിങ് കണ്ടിട്ടുണ്ടായിരുന്നേ. ഓ ഇപ്പം നല്ല വെതർ. ഇപ്പം ആക്ച്വലി തണുപ്പായി. നേരത്തെ എന്ത് ചൂടായിരുന്നു, ഇപ്പോൾ മൗണ്ടൈൻ സൈഡിലേക്ക് വന്നപ്പോൾ നല്ല തണുപ്പായി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തണുപ്പും ഹൈ ആൾട്ടിറ്റ്യൂഡ് 4000 ആൾട്ടിറ്റ്യൂഡൊക്കെ വരുന്നുണ്ട്. എനിക്കൊന്ന് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡുള്ള ബോർഡർ തജിക്കിസ്ഥാൻ ബോർഡറാണ്. ലൈക്ക് ഇവിടെ നിന്ന് കിർഗിസ്ഥാനിൽ താജിക്കിസ്ഥാനിലേക്കുള്ള ബോർഡറാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത് എനിക്കറിയില്ല, എനിക്ക് വിസ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പോകാൻ പറ്റാത്തത് ഭയങ്കര വിഷമമുണ്ട്. ഇത് കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ, നൈസാണ്. പോകുന്ന വഴി നോക്കിക്കേ, ഫുള്ള് ഇങ്ങനെ തന്നെ ഒരേ ലാൻഡ്സ്കേപ്പാണ്. ഞാൻ എങ്ങോട്ടാണ് പോണേന്ന് തന്നെ എനിക്കറിയില്ല. ഇപ്പോൾ ആളുടെ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ താജിക്കിസ്ഥാൻ ബോർഡർ എത്തും. വിസ ഇല്ലാണ്ട് അങ്ങനെ എൻട്രി ചെയ്യാനും പറ്റൂല. നമുക്ക് ഫുൾ മൗണ്ടെയ്ൻസ് ആണ്. അത് മൗണ്ടെയ്ൻസിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ ചെറുതായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഭയങ്കര ഗ്രീനറി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണ് കാണുന്നത്. ഇടയ്ക്ക് റെഡ് കളറിൽ കാണും. പിന്നെ ഇടയ്ക്ക് മാത്രം ചെറിയ ചെറിയ ടൗണ് കാണുന്നുണ്ട്, ചെറിയ ചെറിയ വില്ലേജസ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വില്ലേജസ് ആണെങ്കിലും ലൈക്ക് കുറച്ച് വലിയ വലിയ വീടുകളാണ്, അങ്ങനെ ഭയങ്കര ചെറിയ വീടുകളൊന്നുമില്ല. ഇതൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, പക്ഷേ ഭയങ്കര ഡെവലപ്ഡ് ആയ പോലെ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഒരുപാട് ഡെവലപ്മെൻ്റ് അല്ല, പക്ഷെ ഉള്ളതുണ്ടല്ലോ, കുറച്ച് വീടേ ഉള്ളെങ്കിലും ആ വീട് അത്യാവശ്യം നല്ല വീടുകളും കുറച്ച് വലിയ വീടുകളാണ്. അങ്ങനെ ഒരുപാട് ചെറിയ വീടുകൾ കാര്യങ്ങളെല്ലാം ഉള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് നമുക്ക് വൈൽഡായിട്ട് എവിടെ വേണമെങ്കിൽ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാം. മലകൾ കണ്ടോ, ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് മലയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ഗ്രീനറി ആയിട്ടുള്ളൊരു ടൈപ്പ് മല. അതിൻ്റെ പുറകിൽ കണ്ടോ, അതിൻ്റെ പുറകിൽ വേറൊരു ടൈപ്പ് മല. ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് ഇരിക്കണത്. കണ്ടോ, ഇവിടെ കണ്ടോ ഡ്രൈ ആയിട്ടിരിക്കും. ഫുള്ളിങ്ങനെ ഹൈ റേഞ്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, തലയൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് വീണ്ടും നിർത്തിയതാണ്. ഞാൻ ചിലപ്പോൾ ഇനി ഏതെങ്കിലും ഒരു വില്ലേജ് കാണുകയാണെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് എങ്ങോട്ടാന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. ചുമ്മാ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പോകുന്ന വഴിക്കൊക്കെ ഈ ഒരു മൗണ്ടെയ്ൻസ് മാത്രമേ കാണാനുള്ളൂ, വേറെ ഒന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. ഫുൾ പീസ്ഫുൾ, സമാധാനം ആൻഡ് മൗണ്ടെയ്ൻസ്, ഇത് മാത്രമേ ഇവിടെ കാണാനുള്ളൂ കേട്ടോ, വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ ആൾക്ക് കുറേ നേരം ഇരുന്നിരുന്ന് മതിയായി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100-200 കിലോമീറ്ററോളം വന്നു എന്ന് തോന്നുന്നു. എത്ര കിലോമീറ്റർ വന്നു എന്ന് കറക്റ്റായിട്ട് എനിക്കില്ല. ഇവിടെ ഒന്നും ഇൻ്റർനെറ്റ് ഒന്നും തീരെയില്ല, നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ഇവിടെ ഇപ്പോൾ സമ്മറാണ് കേട്ടോ. സമ്മറാണെങ്കിൽ നോക്കി അവിടെ ഉണ്ടോ, ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയ്ൻസ് ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് സ്നോ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്തോ ചെറിയ വില്ലേജാന്ന് തോന്നുന്നു കാണുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ സമ്മർ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ള് സ്നോ ആയിട്ടുണ്ടാവും. കാരണം സമ്മറായിട്ട് തന്നെ ഇത്രയും സ്നോ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചറിയാം സമ്മർ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. കംപ്ലീറ്റ് ഈ നിലത്തുൾപ്പെടെ എല്ലാം സ്നോ ആയിട്ടുണ്ടാവും. ഈവൻ ഞാനിപ്പോൾ വന്ന ഓഷില്ലേ, ആ ഓഷിലൊക്കെ നോർമലി സിറ്റിയിലൊക്കെ സ്നോഫാൾ ഉണ്ടാവും. ഇത് കൂടുതലും ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. ഇപ്പം തന്നെ നല്ല തണുപ്പാണ്. ഈവൻ പുറത്ത് വെയിലുണ്ട്, പക്ഷെ എന്നാലും തണുപ്പാണ്. ചില ഏരിയയിൽ തണുപ്പ് ചൂട് ഇങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ ഫുഡ് കഴിക്കുകയാണ്. ഗുലാഷ് എന്ന് പറഞ്ഞ സാധനമാണ്. ബീഫും പൊട്ടറ്റോയും എന്തോ ഒരു സാധനവും പിന്നെ മറ്റേ ഇതുണ്ടല്ലോ പാസ്തയിലൊക്കെ ഉണ്ടാകുന്ന ആ സാധനം, അതും. ആള് വേറെ എന്തോ സൂപ്പും ബ്രെഡും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബ്രെഡിൻ്റെ കൂടെ ഉണ്ടോ കഴിക്കുക. നമുക്ക് വേണേൽ ബ്രെഡിന് കൂടെ കഴിക്കാം, അല്ലേ വേണ്ട. ഞാൻ കഴിച്ചോട്ടെ, എങ്ങനെയുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ഒരു മിക്സ്ഡ് ടേസ്റ്റ്. ഇടയ്ക്കുള്ള ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇടയ്ക്കുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. മിക്സ്ഡ് ടേസ്റ്റ്. എത്ര പൈസയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മെനുവിൽ പൈസ ഉണ്ടായിരുന്നില്ല, അത് അവരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. ബില്ല് വരുമ്പോൾ അറിയാം. നോക്കാം, അവിടെ കൂടുതൽ ലോക്കൽ ആൾക്കാരാണ് ഉള്ളത്, ടൂറിസ്റ്റുകളൊന്നും അല്ല. അപ്പം അധികം പൈസയൊന്നും ആവില്ലായിരിക്കും. നോക്കാം.
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ടോയ്ലറ്റ് അന്വേഷിച്ചപ്പോൾ താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുവാണ്. പുള്ളിക്കാരൻ എന്നെ അതെ ഈ സ്ഥലം വരെ ആക്കിയിട്ടുണ്ട്. ഏകദേശം 300ഓളം കിലോമീറ്റർ ഞാൻ വന്നു ഇപ്പോൾ. സോ ചോൺ ഡിസ്ട്രിക്റ്റോ അങ്ങനെ എന്തോ സ്ഥലമാണിത്. ഇനി ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ, ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:15 അപ്പോൾ ഞാൻ ഇതുവഴി റോഡ് കണ്ടപ്പോൾ ഞാൻ ഇതുവഴി ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ വില്ലേജും എനിക്ക് കാണാം. അപ്പോൾ സ്റ്റേ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ടെൻ്റ് അടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ എന്തായാലും ഒരു കുറച്ച് സമയം എന്തായാലും ഉണ്ടാവും. ലൈക്ക് ഒരു ഡേ ലൈറ്റ് എന്തായാലും 8 മണി വരെ ഉണ്ടാവും. ഹലോ, യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് പിള്ളേർ പഠിക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഭാഷ അറിയാണ്ട് ഇവരോട് ഞാൻ എന്ത് ചോദിക്കാനാണ്. നോ നോ ലാംഗ്വേജ് നോ. ഇംഗ്ലീഷ് നല്ല രസമുണ്ട് കാണാൻ. മൗണ്ടൈനിലെ പിള്ളേരെയൊക്കെ കാണാൻ അടിപൊളിയാട്ടോ. ഞാൻ ഇതുവഴി നടക്കുവാണ്. ഇവിടെ ഏതോ ഓരോ വില്ലേജൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നല്ല രസമുള്ള വില്ലേജാണ് കേട്ടോ. ഇതൊരു അപ്പൂപ്പന് ഹലോ. അപ്പൂപ്പനോട് ട്രാൻസ്ലേറ്റിൽ ചോദിച്ചോട്ടെ ടെൻ്റ് അടിക്കാൻ പറ്റുമോന്ന്. ഈ പുള്ളിക്കാരന് ഞാൻ ട്രാൻസ്ലേഷൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ എന്തിങ്ങനെ വാന്ന് മാത്രം പറഞ്ഞു. ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കാണിച്ചു തരുന്നതാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. നോ ഐഡിയ. നോക്കാം. ആ പുള്ളിക്കാരൻ കാണിച്ചു തന്നത് ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. പക്ഷെ ആൾ ഈ വില്ലേജിലല്ല. അപ്പോൾ ഞാനിത് എവിടെ ഇരിക്കുകയാണ്. കുറേ നേരം ഞാൻ അവിടെ നിന്ന് പിന്നെ നടന്നു. പിന്നെ ക്ഷീണിച്ചൂടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളതാണ് പെട്ടെന്ന് ക്ഷീണിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇത് കാണുന്നുണ്ട് കേട്ടോ. വെള്ളം എങ്ങനെ എടുക്കണേന്ന് എനിക്കറിയില്ല. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് വീണ്ടും നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ വില്ലേജിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ബാക്കിലൊക്കെ നോക്കി മൗണ്ടൈൻസ് കാണുന്നത്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. വെയിൽ പോയപ്പോൾ ചിരിക്കണമൊക്കെ. നിറയെ പിള്ളേരാട്ടാ, ഇഷ്ടംപോലെ പിള്ളേരാണ്. നല്ല രസമുണ്ട് എല്ലാത്തിനെയും കാണാൻ. ഹലോ, ഞാനിതാ ഇവിടെ കുറേ പിള്ളേരുണ്ട് കേട്ടാ. അപ്പം ഞാൻ ഇവരടുത്ത് ഹായ് ഇവരടുത്ത് നേരത്തെ കണ്ട കൊച്ച് അവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ടെൻ്റ് അടിക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ ഞാൻ പാരൻസിനോട് ചോദിച്ചിട്ട് സ്ഥലം കിട്ടുകയാണെങ്കിൽ തരാൻ പറഞ്ഞിട്ട് ഞാൻ അവരെ പാരൻസിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് മാത്രം ഇംഗ്ലീഷ് അറിയാം, പുള്ളിക്കാരിക്ക് കുറച്ചറിയാം. അപ്പോൾ അത് വെച്ചാണ് ഞാൻ അവിടെ പിടിച്ചേക്കുന്നത്. ബാക്കിൽ ആ മൗണ്ടൈൻസ് നോക്ക്, എന്ത് രസാ കാണാൻ, അടിപൊളി. സനം എന്നാണോ പേര്? പുള്ളിക്കാരി പാരൻസിനോട് ചോദിച്ചപ്പോൾ അവർ ഈ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് പഴയ കാലത്ത്. ഓക്കെ, എൻ്റെ വീഡിയോ കട്ട് ചെയ്യാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചപ്പോൾ ക്ലീൻ അല്ലെന്നാ പറഞ്ഞത്. അടിപൊളി. ഇത്രയും വലിയ വീട് എനിക്കൊന്ന് സ്റ്റേ ചെയ്യാൻ അടിപൊളി കേട്ടോ. നോക്കിക്കേ, അടിപൊളി. ബിഗ് ഹോം. താങ്ക് യു സോ മച്ച്. ഓ അടിപൊളി. ഇങ്ങനെയുള്ള സ്റ്റേ ഇവിടെ സാധാരണ ഉണ്ടാവാറ്. പണ്ടത്തെ വീടുകൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പും കാറ്റൊക്കെ ഉണ്ട്, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് വെക്കാറ്. പക്ഷെ ഇത് അവരുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മഡ് ഹൗസൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിൽ വലിയ വീടുകളുടെ കൂടെ ഉണ്ടാവില്ല, അതുപോലെ അവരുടെ വീട് ഇപ്പോൾ ഉള്ളത്. അടിപൊളി വീടാണ് കേട്ടോ, നൈസാണ്. ഹലോ, സലാം എന്നാണ് ഹായ് ഹവാറി എന്നൊക്കെ ചോദിക്കുന്ന പോലെ അവർ പറയുന്നത് കേട്ടോ. ഇത് അവർ ഇരിക്കാനുള്ളൊരു ഏരിയ ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വേണേൽ കിടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയും ഇല്ല, അത് നല്ല വീടാണ്, അതിൻ്റെ ഉള്ളിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ സ്ഥലം തന്നത് കേട്ടോ. ഇവിടെ തണുക്കുന്ന പറഞ്ഞു. ഇറ്റ്സ് കോൾഡ് അറ്റ് നൈറ്റ്. Cold. Yeah. Thank you so much. Thank you. How to say thank you in Kyrgyzstan? Rahmat. Chong Rahmat. Okay, you speak English, Russian, Kyrgyzstan? Turkish. Turkey? Yes. Huh? Turkish. Turkish? Yes.
You speak Turkish? Yes. How? Like how you learn Turkish? You watch something? I watch serials. You TV. watch serials, TV Yes. serials, okay. തുർക്കിഷ് സീരിയലുകൾ ഒരുപാട് ആൾക്കാർ വായിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ നേരത്തെ. താങ്ക് യു ഇവരെല്ലാവരും കൂടെയാണ് ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നത്. അടിപൊളി. അവരുടെ വീടിന് മുന്നിലൊക്കെ നോക്ക്, നല്ല രസമുള്ള പൂക്കളെല്ലാം വെച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല നൈസായിട്ടുള്ള വില്ലേജും കൃഷി സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. അത് കുതിരയുടെയും ഷീപ്പിൻ്റെ എന്തിൻ്റെയൊക്കെ ചാണകമൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഉണ്ടോ അതൊക്കെ വെക്കാനുള്ള സ്ഥലം, പള്ളി കാണുന്നുണ്ട് അവിടെ. പിന്നെ എന്താ പറയുക, കുതിരയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അവിടെ സേവ് ചെയ്ത് അവർ വെച്ചേക്കുന്നത്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് പോയി. ഗുഡ് കിർഗിസ്ഥാൻ ബെസ്റ്റ്. യെസ് ഗുഡ്. നല്ല സ്നേഹമുള്ള ആൾക്കാർ. യു ഗോയിങ്? ഓക്കെ ബൈ. അവരുടെ വീട് വേറെ, ഇവരുടെ വീട് വേറെ. ഓക്കെ ലെറ്റ്സ് ഗോ. പുള്ളിക്കാരി ഇത് എൻ്റെ വീട് ഇവിടെ. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ, നല്ല ഫുഡ്, എല്ലാം അടിപൊളിയാണ്. പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു രാജ്യം. ഇവിടെ ഉണ്ടോ മൗണ്ടെയ്ൻസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അതുവഴിയൊക്കെ ഒഴുകി പോകുന്ന ഗ്യാപ്പ് കാണുന്നുണ്ട്, ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലപ്പോൾ അവർക്ക് വെള്ളം എടുക്കാം, വെള്ളം യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു കുടിക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കണ്ടോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മൗണ്ടെയ്ൻസിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അവർക്കപ്പോൾ എടുക്കാൻ ഈസിയാണിത്. ഇങ്ങനെ അടിപൊളി ലൈഫാണ് ഇവരുടെ മൗണ്ടെയ്നിൽ. ഇവിടുത്തെ ലൈഫെല്ലാം നൈസാണ്. വലിയ വീടുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ കേട്ടോ. ചെറിയ വീടുകളൊന്നുമല്ല, പണ്ടത്തെ വീടുമാണ്. അങ്ങനത്തെ ടൈപ്പ് ഉണ്ടായിരുന്നു. ബുയ്സൂന്നോ അങ്ങനെ എന്താണോ ആ വീടിന് പറയാം. അങ്ങനത്തെ വീടുകളുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പും നൈസാണ്. തണുപ്പുള്ള സമയത്ത് ഇവിടെ വരാൻ പറ്റൂല കേട്ടോ. ഒടുക്കത്തെ സ്നോയും ഒടുക്കത്തെ തണുപ്പ് വരും. ഇപ്പം തന്നെ സമ്മറിൽ ഈ ടൈമിൽ ഇപ്പം എനിക്ക് തണുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ രാത്രി നല്ല തണുപ്പായിരിക്കും. വേണമെങ്കിൽ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുത്തെ വീടും കൂടെ കാണിച്ചു തരുവാണ് കേട്ടോ. അതെ, ഇതെന്താ കിച്ചണാണോ? ഇതെന്താ അവരുടെ വലിയ കിച്ചണോ? കിച്ചൺ ഓച്ചോക്ക്. നോക്ക്, അവരുടെ വലിയ പുലാവ് ഉണ്ടാക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു. ഇവിടെ പുലാവ് പോലത്തെ ഫുഡുകളാണ് മെയിൻ. ഇത്രയും വലുത് കുറേ ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതെന്ന് തോന്നുന്നു. ഇത് ഇവിടെയും കിടക്കാം, അല്ലെങ്കിൽ അവിടെയും കിടക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ വീട് അധികമായി. ആ സാധനം എന്തോ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുന്നു കേട്ടോ. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ ഒന്നും മനസ്സിലാവണില്ല. പാട പോലൊരു സാധനം എന്താന്തോ. അവർക്ക് കഴിക്കാനുള്ള ബീഫ് പിലാവ് എന്നാണ് പറയുന്നത്. നമ്മുടെ പുലാവ് തന്നെ, അതിൻ്റെ പിലാവ് കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതേപോലെയാണ്. കുറേ ഓയിലൊക്കെ ഇടും കേട്ടോ അവർ, എന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അത് അവരിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തുകൊണ്ടിരിക്കുക. വെളുത്തുള്ളിയൊക്കെ നോക്കിയാൽ വെളുത്തുള്ളിയൊക്കെ മൊത്തത്തിൽ അവരങ്ങനെ ഇടും. എന്നിട്ട് റൈസ് മാറ്റിയിട്ട് അതിലിടും. സെപ്പറേറ്റ് ആദ്യം പീസുകൾ എടുത്ത് മാറ്റും. ഇത് നോക്കിക്കേ, എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് കൗ വെച്ചിട്ടുള്ള, ഇത് മീറ്റ് വെച്ചിട്ടുള്ള പിലാവ്, പിന്നെ കുറേ ബിസ്ക്കറ്റ്, വേറെ എന്തോ നൂഡിൽസ് പോലത്തെ ഒരു സാധനം, ചായ, ബ്രെഡ്. ഇവിടെ ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള ബ്രെഡാന്ന് പറഞ്ഞു. വേറെന്തോ സ്വീറ്റ്, വെള്ളം, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെയാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. താങ്ക് യു സോ മച്ച്. അടിപൊളി കേട്ടോ. ഗുഡ് മോർണിംഗ്. ഞാൻ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചതേ ജസ്റ്റ് ഫ്രഷായി, പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദേ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഇവിടെ ഈച്ച ഉണ്ടോ നിറയെ. വാതിൽ തുറന്നിട്ടിട്ട് കുറേ തേൻ ഇതാക്കുന്നുണ്ടാവുന്നു ഈച്ച വന്നിരിക്കുന്നത്. ബ്രെഡ്, പിന്നെ ചായ, ജാം, റാസ്ബെറി. കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി റാസ്ബെറിൻ്റെ ജാം. ബിസ്ക്കറ്റ്, ഇതെല്ലാം കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ റാസ്ബെറീൻ്റെ ജാം ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചോട്ടെ, കുറേ ബെറീസ് കഴിച്ചിട്ടുണ്ട്. നൈസാണ്. കുറച്ച് ഹാർഡാണ് ബ്രെഡ്. ഇവിടെ എല്ലാവരും ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ റാസ്ബെറി എല്ലാം. ഇവിടെ തന്നെ ഉണ്ടാക്കിയത്. ഇതിലൊരു മായവും ഇല്ല. ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇതിൽ വേറെ ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറോ അല്ലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളും ആഡ് ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള സാധനം. കൊള്ളാം. ഈ കാണുന്ന ഇലയും ചെടിയൊക്കെ കണ്ടോ, ഇത് കുറേ കഫക്കെട്ട് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്. ഇതവരെന്തേലും ഇടിച്ചോ ഇതാക്കിയോ അങ്ങനെ വല്ലതും ആയിരിക്കും ഇതാക്കുന്നത്. എനിക്കറിയില്ല അവരത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇറ്റ്സ് ഫോർ ഹെൽത്ത് ദിസ് വൺ റൈറ്റ്? ഓക്കെ. യു മേക്ക് ഹൗ ടു മേക്ക്?
you grind it or something like that? We, Little bit English. I don't know. ഓക്കെ ഓക്കെ. ഇത് വയസ്സായ ആൾക്കാരാണ് അത് ഉണ്ടാക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. പുള്ളിക്കാരിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിന് ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് ഓർത്തിട്ടാണുള്ളത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.